നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യ സന്ദർശിക്കാൻ തന്നെ ക്ഷണിച്ചതിന് രാജ്യത്തിന്റെ പ്രസിഡന്റിന് നന്ദി അർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. രാജ്യം നൽകിയ സ്വീകരണത്തിന് പിന്നാലെ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ഒരു ദേശമെന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുന്നവർ എന്ന യാഥാർത്ഥ്യമാണ് വൈവിധ്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നവർ എന്ന ദേശീയ മുദ്രാവാക്യം വ്യക്തമാക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ ആദ്യ പ്രഭാഷണം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹ്യ അധികാരികളുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു. രാജ്യം സന്ദർശിക്കാൻ തന്നെ ക്ഷണിച്ചതിന് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. മധ്യ അമേരിക്കൻ രാജ്യമായ നിക്കരാഗുവയിൽ സേവനം ചെയ്തിരുന്ന വിദേശത്തു നിന്നുള്ള വൈദികരെയും കന്യാസ്ത്രീകളെയും നാടുകടത്തിയതായി മനുഷ്യാവകാശ പ്രവർത്തകയും ഗവേഷകയുമായ മാർത്ത പെട്രീഷ്യയുടെ വെളിപ്പെടുത്തൽ. ഭരണകൂടം 2 വ്യത്യസ്ത മീറ്റിംഗുകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തിയവരിൽ എല്ലാ വൈദികരും സന്യസ്തരും വിദേശികളായിരുന്നു. 2018 സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഒർട്ടേഗ ഭരണകൂടം സൈന്യത്തെ ഉപയോഗിച്ച് അതിനിഷ്ഠൂരമായി അടിച്ചമർത്തിയത് മുതലാണ് നിക്കരാഗുവയിലെ കത്തോലിക്ക സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. ജനദ്രോഹ നടപടികളിൽ സഭ ശക്തമായി രംഗത്തു വന്നിരുന്നു. ഇതിൽ അസ്വസ്ഥരായ ഭരണകൂടം സഭയ്ക്കു നേരെ ശക്തമായ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നല്ലയിടേന്റെ മനോഭാവമുള്ള വൈദികനെ രൂപപ്പെടുത്താനുതകുന്ന പരിവർത്തനത്തിന്റെ പരിശീലനമാണ് സെമിനാരികളിൽ നടത്തേണ്ടതെന്നും വിശുദ്ധരായ വൈദികരാണ് സഭയുടെ ശക്തിയെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മലബാറിലെ വൈദിക പരിശീലന കേന്ദ്രമായ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. ഈ കാലഘട്ടത്തിലെ വൈദികർ ഉദാത്തമായ ആധ്യാത്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണം. ഓരോ വൈദികനും മറ്റൊരു ക്രിസ്തു തന്നെയാകണം. വിശുദ്ധരായ ഒട്ടേറെ വൈദികരാണ് സഭയുടെ ശക്തിയെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് നിക്കരാഗുവൻ ഭരണകൂടം 135 രാഷ്ട്രീയ മത തടവുകാരെ വിട്ടയച്ചു. എന്നാൽ രാഷ്ട്രീയ വിമതർക്കും മതസംഘടനകൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകൾക്കിടയിൽ സർക്കാരിനെ വിമർശിക്കുന്ന പലരും ഇപ്പോഴും ജയിലിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗയുടെ നേതൃത്വത്തിനെതിരായ 2019 പ്രതിഷേധത്തിനു ശേഷം കഴിഞ്ഞ 6 വർഷത്തിനിടെ നൂറുകണക്കിന് രാഷ്ട്രീയ എതിരാളികളെ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ ഭരണകൂടം ജയിലിലടച്ചു. ഭരണകൂടത്തെ വിമർശിക്കുന്ന കത്തോലിക്കരെ രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടം. പരാജയങ്ങളുടെ തടവുകാരാകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നേറാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. സെപ്റ്റംബർ 5-ാം തീയതി ജക്കാർത്ത സ്റ്റേഡിയത്തിൽ നടന്ന വിശുദ്ധ കുർബാന മധ്യയുള്ള പ്രസംഗത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ദിനത്തിൽ ഇറ്റാലിയൻ ഭാഷയിൽ വായിച്ച തന്റെ പ്രസംഗത്തിൽ യേശുവിന്റെ ശിഷ്യരാകാൻ നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ലക്ഷക്കണക്കിന് ഇന്തോനേഷ്യൻ കത്തോലിക്കർ പങ്കെടുത്ത ഗലേറിയോ ബുങ് കർണോ സ്റ്റേഡിയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് ഏഷ്യയിലേക്കും ഓഷ്യാനിയയിലേക്കുമുള്ള പരിശുദ്ധ പിതാവിന്റെ വിപുലമായ യാത്രയുടെ ആദ്യപാദം സമാപിച്ചത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.